കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഒരു ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കാം. ആൻഡ് അതിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു പ്രൈവറ്റ് സെർവർ ഓൾറെഡി ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ആൻഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ആവുന്നു എന്നാണ് തോന്നുന്നത്. ആൻഡ് ഞാൻ സെർവറിൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ അപ്പം തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡേയ്സ് നമുക്ക് അട്ടർനോസിൽ കാണിക്കുന്നില്ല. ആൻഡ് ബൈ ദ വേ ഹോസ്റ്റഡ് ബൈ അട്ടർനോസ് ആണ്. അപ്പം അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാഗും പിടുത്തമൊക്കെ കാണും. ഇപ്പോഴത്തെ എൻ്റെ ഒരു പിങ് പ്രശ്നമില്ല അത്രയും. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ പുതുതായിട്ടുണ്ടാക്കിയ ഒരു ഹോഗ്ലിൻ ഫാമാണ്. എൻ്റെ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കറണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഉണ്ടാക്കിയത്. പക്ഷേ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ നോക്കാം, നമുക്കത് പിന്നെ നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് ഉദ്ദേശിക്കുന്നത് കണ്ടോ, അട്ടർനോസിൻ്റെ പ്രശ്നം കണ്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വേൾഡ് ഒന്ന് മനസ്സിലാക്കി തരാം, എന്തൊക്കെയാണ് സംഭവങ്ങൾ. ആൻഡ് ജസ്റ്റ് ആൾക്കാരെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം, ആൻഡ് വേൾഡിൽ കളിക്കുന്ന ആൾക്കാരെ കുറിച്ച്. ആൻഡ് ആ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനതിൽ ജസ്റ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തായിരുന്നു ആക്ച്വലി. ആൻഡ് അപ്പം നമുക്ക് എന്തായാലും വീടിലോട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീട് വരത്തില്ല എൻ്റെ ശേഷം. എനിക്കൊരു വീടെന്ന് പറയാനായിട്ടൊന്നും ഇല്ല ആക്ച്വലി. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറേജ് സിസ്റ്റം തന്നെയാണ് വീടായിട്ട് ആക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ആൻഡ് ഞാൻ ഇവിടെ ഒരു ബെഡ്റൂം പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലാഡർ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ കൂടി താഴെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുന്ന റെഡി ആക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നെതർ ഹബ്ബ്. നമുക്ക് അങ്ങോട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണിക്കാം. അതിന് നമുക്ക് ഓവർ വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ തുടങ്ങാം. അതായത് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നും. അപ്പം ഈ റെഡ് സ്റ്റോണിൻ്റെ സൗണ്ട് എനിക്ക് അറിയാം പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആ റെഡ് സ്റ്റോണിൻ്റെ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്ത് വേണ്ടേ. അതിവിടെ ഒരു സംഭവം ഉണ്ട്, കുറച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പ്ലോർ തുടങ്ങാം. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറേജ് സിസ്റ്റം. ഇവിടെ എന്തോ ആരോ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഞാനില്ല, നമുക്ക് പിന്നെ ചെയ്യാം. ആൻഡ് ഇത് നമ്മുടെ ഒരു വേസ്റ്റ് ബിൻ. ഇവിടെ എന്തെങ്കിലും നമുക്ക് വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയി അവിടെ പോയി കിടന്നോളും. ലാവ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയാണ് ആ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ സംഭവം. ഇവിടെ എൻട്രസിസ്റ്റ് ഉണ്ട്, എൻ്റെ എൻട്രസിസ്റ്റ്. ആൻഡ് ഇങ്ങനെ കുറച്ച് സംഭവം. സൗണ്ട് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ലല്ലേ, കുറച്ച് സൗണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സോർട്ട് ചെയ്ത് വച്ചിട്ടുള്ളൂ, ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ടുള്ള ഒന്നും ഇല്ല. പിന്നെ കാണിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബീക്കണിൽ മേളത്തെ പോർഷൻ നമ്മൾ നെതറൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. മേളത്തെ പോർഷൻ മാത്രം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. പിന്നെ നമ്മുടെ ഡ്രാഗനെക് പ്ലസ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു നെതർ പോർട്ടൽ വരുന്നുണ്ട്. ഇത് മറ്റേ സോഡ് നെതർ പോർട്ടൽ അറിയത്തില്ലേ, അതിൻ്റെ ആ റിയൽ സ്ക്രീൻഷോട്ട് ഇവിടെ ഞാൻ കൊടുക്കാം. അതാണ് സത്യം പറഞ്ഞാൽ പണിഞ്ഞു വരുന്നത്. ആൻഡ് അത് പണിഞ്ഞ് തീർന്നിട്ടില്ല. ആൻഡ് പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഷുഗർ കെയിൻ ഫാം ഞാൻ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ട്, ചെയ്യും. പിന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് എന്ത് വേണം പണിയാം. പിന്നെ നമ്മുടെ സൂപ്പർ സ്പെൽട്ടർ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ ക്രീപ്പർ ഫാം അല്ലെങ്കിൽ മോപ്പ് ഫാം ആണ് സത്യം പറഞ്ഞാൽ. ക്രീപ്പർ ഫാം ആണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിത് നല്ല എമൗണ്ട് ഓഫ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ എടുക്കുകയാണ്. നമുക്കിതിൽ ട്രീ ഫാം ഉണ്ട് ആക്ച്വലി, ഞാൻ കാണിച്ചു തരാം. ട്രീ ഫാം ഉണ്ട്. അപ്പം ഇതാണ് ട്രീ ഫാം. ഒരു ട്രീ ഫാമാണ്. ഇത് നമ്മുടെ TNT ഡ്യൂപ്ലിക്കേഷൻ വെച്ചിട്ടുള്ളൊരു ട്രീ ഫാമാണ്. അപ്പോൾ അതൊരു ബോൺ വീൽ കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇട്ടിട്ടില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിന് ട്രീ ഫാം ഒന്നും ഉപയോഗിക്കുന്നില്ല, അതിൻ്റെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ നല്ലൊരു വില്ലേജർ ബിൽഡർ ഉണ്ടായിരുന്നു. ഞാനത് അണ്ടർഗ്രൗണ്ട് അതിനുശേഷം വില്ലേജർ ബിൽഡർ വർക്ക് ആവുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ വരുന്നില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വില്ലേജർ ബിൽഡർ വരുന്നത്. ആൻഡ് ഇത് നമ്മുടെ അയൺ ഫാമിന് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതേപോലെ. അപ്പം ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാനായിട്ടുള്ള. ജയിക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. 4 സൈഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി 3 സൈഡേ ഉള്ളൂ. നല്ല എഫിഷ്യൻ്റ് ആണ്, അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. ഇവിടെ കുറേ എമറാൾഡ് എല്ലാം ട്രേഡ് ചെയ്തു. പിന്നെ ഇവിടെ നല്ല സ്ഥലം പുതുതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഫ്ലോട്ടിംഗ് പോലത്തെ ഒരു സെറ്റപ്പാണ് അതിൽ. ഓക്കെ, ഇപ്പോൾ സെർവറിൽ ഞാൻ മാത്രമേ ഉള്ളൂ കറങ്ങി. ഞാൻ എല്ലാവരും ഉള്ളപ്പോഴാണ് എനിക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സിംഗിൾ പ്ലെയർ
ഞാൻ മാത്രമായിട്ടുള്ളപ്പം കയറും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഹാൾ കാണിച്ചു തരാം. ആൻഡ് ഇത് എൻ്റെ ഒരു ഡിസൈൻ ഞാൻ ഉണ്ടാക്കിയ ട്രെയിനിങ് ഹാളാണ്. ആക്ച്വലി ഇതാണ് ഫസ്റ്റ് ലെയർ ലൈക്ക് ഫുഡ്, പിന്നെ സെക്കൻഡ് ലെയർ നമുക്ക് എമറാൾഡ് ഒക്കെയുള്ള എമറാൾഡ് കിട്ടുന്ന സ്ഥലം, പിന്നെ തേർഡ് ബുക്കിൻ്റെ സംഭവം, ഫോർത്ത് പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഇത് മാത്രമായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഫോർത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെയും ഉണ്ട്, ഇനിയും താഴോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് നമ്മളിതിൽ ടെലിപ്പോർട്ടേഷൻ ലൈക്ക് ചീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നമ്മളിതിൽ ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ /TP യൂസ് ചെയ്യാം, /locate യൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് നമ്മൾ ടെലിപ്പോർട്ടേഷൻ ആയിട്ട്. പിന്നെ എക്സ്റേയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മൾ ആകെ യൂസ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ. പിന്നെ പറയാനായിട്ടൊന്നും ഇല്ല. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ വേൾഡ് കറണ്ട്ലി നിൽക്കുന്ന ഈ ഒരു ഇത്രയും സംഭവത്തിലാണ്. വേറെ എന്തെങ്കിലും ഞാൻ മിസ്സായി പോയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത്ര ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇനി നമുക്ക് നെതറിലോട്ട് പോകാം. ഓൾറെഡി ഇത്ര ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇതാണ് നമ്മളൊരു നെതർ ഹബ്ബ് പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നെതറിട്ട് അങ്ങോട്ട് പോയി. ഇത് നമ്മൾ കണ്ട പോലെ ബെഡ്റോക്കിൻ്റെ മേളോട്ട് പോകാനുള്ള ഒരു വഴി. ഈ വഴി നമ്മുടെ വില്ലേജർ ഔട്ട് പോസ്റ്റിലോട്ടുള്ളൊരു വഴിയാണ്. ഈ വഴി അങ്ങോട്ടാണ്. ഈ വഴി നമ്മുടെ എൻഡിലോട്ടാണ്. എൻഡ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിനി മറ്റേ സ്ഥലം നോക്കാം. വില്ലേജർ ഔട്ട് പോസ്റ്റ്, നോർമൽ വില്ലേജർ ഔട്ട് പോസ്റ്റ്. റെയ്ഡ് ഫാം ഉണ്ട്. നമുക്ക് റെയ്ഡ് ഫാം ഞാൻ ഓവർവേൾഡിലെ റെയ്ഡ് ഫാം ഉണ്ട്. റെയ്ഡ് ഫാമിലോട്ടുള്ള വഴി ഇത് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലോട്ട് പോകും. ഇത്രയും സ്ഥലം കുഴിച്ചിരിക്കുക. വില്ലേജ് ഔട്ട് പോസ്റ്റ് വഴി ഇതാണ്. ആ ഒരു പോർട്ടലാണ് വില്ലേജ് ഔട്ട് പോസ്റ്റിലോട്ട് പോകുന്ന പോർട്ടൽ. ഇത് കയറി കഴിഞ്ഞാൽ വില്ലേജർ ഔട്ട് പോസ്റ്റ് അല്ല, റെയ്ഡ് ഫാമിലോട്ട് പോകുന്ന പോർട്ടലാണെന്ന് തോന്നുന്നു. യെസ്, റെയ്ഡ് ഫാം ഇവിടാണ്. എല്ലാം കുറച്ച് മുന്നോട്ട് പോകും. നമുക്കറിയാവുന്ന പോലെ വലിയ വലിയ റെയ്ഡ് ഫാംസ് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു വർഷങ്ങൾ. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ റെയ്ഡ് ഫാം, ഇവിടെ വലിയ എഫിഷ്യൻ്റ് ഒന്നും അല്ല, അത്രേ ഉള്ളൂ, ചെറിയ റെയ്ഡ് ഫാം. അപ്പം അടുത്തത് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ടുള്ള കാണിച്ചു. ആൻഡ് ഇതാണ് ജസ്റ്റ് ഒരു സംഭവം. ഇനി നമുക്ക് എൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത്രേ ഉള്ളൂ ഗൈസ്, ക്വിക്കായിട്ട് കാണിക്കാനുള്ളതേ ഉള്ളൂ. എൻഡിൽ ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു എൻ്റർമാൻ ഫാമാണ്. അത്യാവശ്യം നല്ലൊരു എൻ്റർമാൻ ഫാമിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈസ് എൻ്റെ തോട്ടം ഉണ്ടായിരുന്നു. അപ്പം തോട്ടം ഒന്ന് പൊട്ടിപ്പോയി. അപ്പം ആണ് തോട്ടം ഇല്ലാത്തത്. ബൈ ദ വേ ആർമർ എല്ലാം നമ്മുടെ എല്ലാം OP ആണ്. പക്ഷേ ഇപ്പോൾ സെർവറിലുള്ള മിക്ക ആൾക്കാരുടെയും 5 പേരാണ് നമുക്കുള്ളത്. ആൻഡ് പ്ലെയേഴ്സിനെ പറ്റി ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. കുറച്ച് പിക്കാക്സ് ആൻഡ് ടൂൾസ് ലൈക്ക് ദാറ്റ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടൽ. ഈ പോർട്ടൽ വഴി കയറി കഴിഞ്ഞാൽ നെതറിലല്ല, എന്തിനല്ല, സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. സ്ട്രോങ് ഹോൾഡ് നമ്മൾ പ്രത്യേകം ചെയ്തിട്ടാണ് ഈ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഡ്രാഗനെ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷെ ഞാൻ എന്ത് മണ്ടത്തിൽ കാണിച്ചു വെച്ചാൽ അങ്ങനെയാണ് ടോട്ടം പൊട്ടിയത്. ഞാൻ ഇതാവുമല്ലോ, നമ്മളിവിടെ റീസ്പോൺ ആവുമല്ലോ. റീസ്പോൺ ആയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ആ ക്രിസ്റ്റലിൽ അങ്ങ് തൊട്ടു. ഫുൾ ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതും കൂടെ എന്തോ ഉള്ളായിരുന്നു, ഇതും എന്തോ ഉള്ളായിരുന്നു. അപ്പം അതാവുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ പിടിച്ച് നിൽക്കി. അപ്പോൾ ക്രിസ്റ്റലല്ല ഇവിടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡർമാൻ ഫാം. വലിയ ലുക്കൊന്നും ഇല്ല, ബട്ട് നല്ല എഫിഷ്യൻ്റ് ആണ് അത്യാവശ്യം. താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗോൾഡ് ബ്ലോക്ക് ഒക്കെയാണ് ഈ എൻഡർമാൻ ഫാമിൽ പോകുമ്പോൾ. ഓക്കെ, ആൻഡ് സെക്കൻഡ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിൾ, ലാപ്പിസ്, ബുക്ക്, എൻഡർമാൻ ജസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ നോർമലായിട്ടുള്ളൊരു എൻഡർമാൻ ഫാം. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി ഞാനത് മിക്കവാറും നല്ല സ്ഥലം ഓവർവേൾഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എന്തായാലും മാറിയിരിക്കാം ഇച്ചിരി. ഓക്കെ, നമുക്ക് ബീക്കൺ ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനും എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും കൂടെ ജസ്റ്റ് ഇപ്പോഴും അത്രയും ഫ്രണ്ട്സ് തന്നെ ഉള്ളൂ ഈ ഒരു സെർവറിൽ. ബട്ട് സ്റ്റിൽ ഞാനൊരു 2-3 ഫ്രണ്ട്സായിട്ട് ഇരുന്നപ്പം നമ്മളിങ്ങനെ ഒരു സെർവർ തുടങ്ങിയതാണ്. അതിൻ്റെ പേര് മെസ്സി ബ്രോസ് എന്നായിരുന്നു നമ്മുടെ സെർവറിൻ്റെ പേര്. ഞാനത് അട്ടർനോസിൽ തന്നെയാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സെർവറിന് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് ഫയൽ ഒന്ന് പോയി. വേൾഡ് ഫയലിൽ ഞാൻ വേറൊരു സംഭവം
ആ വേൾഡ് ഫയർ സത്യം പറഞ്ഞാൽ വേറൊരു സെർവർ തുടങ്ങി. പക്ഷെ അതിൻ്റെ ലൈക്ക് അതിൻ്റെ നമുക്കിപ്പം ഞാൻ അട്ടർനോസിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കാം. ഇതേപോലെ 2 ടാബ് തുറന്നു നടക്കും. ഒന്ന് നമ്മുടെ മെസ്സി ബ്രോസിൻ്റെ, ഒന്ന് ആ പുതിയ സെർവറിൻ്റെ. ഞാൻ ആ പുതിയ സെർവറിൽ ഇടാൻ പോയ വേൾഡ് ഫയർ എടുത്ത് മെസ്സി ബ്രോസിലിട്ട്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ മെസ്സി ബ്രോസിലെ കറണ്ട് ഫയൽ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ മെസ്സി ബ്രോസ് പോയി. അപ്പം മെസ്സി ബ്രോസിൽ നമ്മൾ മെസ്സി ബ്രോസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല, വീഡിയോസ് ഒന്നും ഇല്ല. അപ്പം മെസ്സി ബ്രോസിൻ്റെ എന്തെങ്കിലും റീപ്ലേ മോഡ് ഉണ്ടോ എന്ന് തോന്നുന്നു, പറഞ്ഞാൽ ഞാൻ ചുമ്മാ എടുത്ത് വെച്ചാൽ. അതുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പം മെസ്സി ബ്രോസിൽ നമ്മളെല്ലാം സെറ്റായിരുന്നപ്പോഴാണ് പെട്ടെന്ന് മെസ്സി ബ്രോസിന് ഈ ഒരു എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയത് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം നമ്മളൊരു അന്ന് തന്നെ നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സെർവർ തുടങ്ങി, ബ്രഹ്മയോഗം എന്ന് പറഞ്ഞ്. അപ്പം പേര് പോലൊന്നും അല്ല, അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സെർവറാണ് ഇത്. അപ്പം എനിക്ക് പേഴ്സണലി മെസ്സി ബ്രോസിനെയും കാട്ടും ഇഷ്ടം ഈ ഒരു സെർവറാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തോ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു സെർവറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നമ്മൾ കുറച്ചും കൂടെ മറ്റേത് മെസ്സി ബ്രോസ് എന്ന് പറയുന്നത് മൊത്തം മെസ്സി ആയിരുന്നു സെർവർ മൊത്തം, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെയും ഭയങ്കര ആലമ്പായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ നല്ലോണം റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിലെ പ്ലെയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ MRX ക്രിസ് ആൻഡ് FA വേൾഡ്, ഹൈപ്പേറിയൻ, മിസ്റ്റർ ഹംദാൻ ആൻഡ് ക്രാഫ്റ്റ് ലോഡ്. സോ ഇതിൻ്റെ വീഡിയോസ് റെഗുലർലി വരുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമുക്ക് ക്ലാസ്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നോക്കാം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇപ്പം തന്നെ ഞാൻ ഇത് അനൗൺസ് ചെയ്തിട്ട് തന്നെ 3 ആഴ്ചയായി. ഞാൻ ആ സെർവർ തുടങ്ങിയപ്പം ഞാൻ ഈ ഒരു ട്രെയിലർ ഇട്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനെക്കാട്ട് നല്ലൊരു ട്രെയിലർ 2 ദിവസം മുമ്പ് ഇട്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പോയി കണ്ടേക്ക്, ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ടാവാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നമ്മുടെ മാൻ ഹണ്ട് ഞാനത് പ്ലാൻ ചെയ്തു, എനിക്കിപ്പോഴും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതൊരു പ്ലാനിങ് നിൽക്കുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ PCയുടെ സ്പെക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, PCയുടെ സ്പെക്ക് അവിടെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ. ആൻഡ് ഈ ഒരു സീരീസ് ഇനി എപ്പോഴാണ് എല്ലാവരുമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് റെഗുലർലി എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യാം. നല്ല സൺസെറ്റ്. അപ്പം അതിനുശേഷം റെഗുലർലി ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു സൺസെറ്റോടെ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അപ്പോൾ എന്തായാലും ഗൈസ് ബൈ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത്